എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് അൽഫാമാണ്. അൽഫാം ചിക്കൻ ഇതാ കണ്ടില്ല, സൂപ്പർ അൽഫാം ചിക്കനാണ്. ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ ചേരുവകളും മറ്റുള്ള എല്ലാം ഇവിടെ കാണിക്കൂട്ടോ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യും. അപ്പം ഇന്നിവിടെ നമ്മളൊരു 20 ചിക്കനുകളുണ്ട് കേട്ടോ. 20 ചിക്കൻ്റെ ഒരു അൽഫാമാണ്. ആ അൽഫാം ചിക്കൻ പൊളിക്കൂട്ടോ, തീർച്ചയായിട്ടും പൊളിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ അൽഫാം ചിക്കൻ കട്ട് ചെയ്യാൻ പോട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് വരാം. ഇതാളാ ഇതാണ് കേട്ടോ കട്ടിങ്. തലയും വാലൊക്കെ ഉണ്ട്, ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ സാക്കിറ, അപ്പം അങ്ങനെയാണ് സംഭവങ്ങളുള്ളത്. മനസ്സിലായുണ്ടോ? അപ്പോൾ ഇത് അൽഫാമിൻ്റെ കട്ടിങ്ങാണ്. അയ്യോ, അങ്ങനെ കട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയോ? കോഴി നമുക്ക് വലുതായിട്ട് തോന്നും. അത് മാത്രമല്ല കോഴി പിന്നെ നന്നായിട്ട് വേവും ചെയ്യും. ചില കടയിൽ പോയി കഴിഞ്ഞാൽ അൽഫാം ഇതേപോലെ നമുക്ക് കിട്ടില്ല. ഒരു ഇതേപോലെ ലെഗ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ശരിക്ക് വലുപ്പത്തിൽ ആവില്ല. അങ്ങനെയാണ് സംഭവം. ഇത് നല്ല കട്ടിങ്ങാണ്, കുഴപ്പമില്ലാത്ത കട്ടിങ്. ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് ശരിക്കും അൽഫാം. ഇതാണ് കട്ടിങ്. അപ്പോൾ നമ്മൾ പറ്റിയൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ സാധനം നന്നായിട്ട് വേവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒരു വീട്ടിൽ ട്രൈ ചെയ്യാം. ഞങ്ങൾക്ക് ചെറിയ ചട്ടിയൊക്കെ വെച്ചിട്ട് അൽഫാമിനെ പോലെയൊക്കെ പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്യാം അൽഫാം രീതിയിൽ. ഇപ്പം നല്ല കരിയൊക്കെ സുലഭമല്ല, കരിയൊക്കെ ഇഷ്ടം പോലെ കിട്ടും, നെറ്റും കിട്ടും. നമ്മളിപ്പോൾ അത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ചെയ്തിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ കണ്ട് കൊടുക്കുക അൽഫാം. അതാണ് സ്പെഷ്യൽ TPMൻ്റെ അൽഫാമാണിട്ടത്. TPMൻ്റെ അൽഫാമാണ്, സ്പെഷ്യൽ അൽഫാമാണ് നമ്മളത്. അപ്പോൾ എവിടുന്ന് തിന്ന മാതിരില്ല TPMൻ്റെ അൽഫാം, TPMൻ്റെ ബിരിയാണി, TPMൻ്റെ എല്ലാ സാധനവും നിങ്ങൾ ഒന്നിക്കൊന്ന് മെച്ചമായിരിക്കും. നമ്മൾ TPMൻ്റെ ആളായതുകൊണ്ട് പറയല്ല കേട്ടോ. കാരണം വെച്ചാൽ ഒന്നിക്കൊന്ന് മെച്ചം തന്നെയാണ് നമ്മളെല്ലാ ഫുഡും. ഇപ്പം നിങ്ങൾ TPM ബിരിയാണി സെൻറ്ററിൽ വരികയാണെങ്കിൽ, TPM ഫാമിലി റെസ്റ്റോറൻറ്റ് പെരിന്തല്ലൂർ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ എല്ലാ പരിപാടികളും നല്ല ഹൈ ലെവൽ ഫുഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സ്റ്റേജ് ഡെക്കറേഷൻ, അതുപോലെ ഇവൻറ്റിൻ്റെ ഫുൾ പരിപാടി, അതായത് ഒന്നും പാർട്ടിക്കാരറിയണ്ട, എല്ലാം ഒരു കുടക്കീൽ നമ്മളെടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ചെയ്തു തരും. അത് പരമാവധി നമ്മളെ കൊണ്ട് കഴിയണ മാതിരി കുറച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാം. അടിപൊളി ഫുഡായിരിക്കും, അടിപൊളി ഫുഡ് നമ്മൾ തരും. ഏത് ഐറ്റം ഫുഡ് വേണോ അതെല്ലാം TPMലുണ്ട്. ഇതായി ഒരുപാട് ചെയ്ത് ഇപ്പോൾ ഒരുപാട് പണ്ടാരിമാർ, അതായത് പാഞ്ഞ് കളിക്കുന്ന ഒരു കാലഘട്ടമാണ്. തട്ടിത്തടഞ്ഞ് വീഴും പണ്ടാരിമാരെ കൊണ്ട്. ഞാനൊക്കെ എൻ്റെ ഉപ്പ പഠിപ്പിച്ചിട്ട് വന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ 10-12 വയസ്സിൽ തുടങ്ങിയതാണ് ഈ ബിരിയാണി പണി. അന്നൊന്നും പണ്ടാരിമാരൊക്കെ വളരെ കുറവാണ്. കാറ്ററിംഗ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കാറ്ററിംഗൊക്കെ ഇപ്പോൾ ആയതല്ലേ. ഞാൻ കാറ്ററിംഗ് വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 40 വർഷം പോലെയായി കാറ്ററിംഗ് സ്വന്തം തുടങ്ങിയിട്ട്. അന്നൊന്നും ഇവിടെ കാറ്ററിംഗില്ല. അന്ന് കല്യാണം വർക്ക് ഇഷ്ടം പോലെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇപ്പം നമ്മൾ വെച്ചാൽ ഇപ്പം നമ്മൾ ഭാഗത്ത് ഒതുങ്ങിക്കൂടി ഇവൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 20 കോഴി അൽഫാമിൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഉഷാറായിട്ട് മസാല പൊടിക്കുന്ന രൂപത്തിലാണ് ആക്കി വെച്ചിട്ടുണ്ട്. മസാല പൊടിക്കുന്ന രൂപത്തിലാണ്. അപ്പം നമുക്ക് മസാല ഇടാനാണ് അടുത്തത്. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. എന്നിട്ട് മസാലിൻ്റെ വെള്ളം ഉണ്ടല്ലോ, മസാല വെള്ളം വെള്ളത്തിലിടും. അപ്പം ശരിക്കും പറഞ്ഞാൽ മസാല വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർന്ന് നല്ല സോഫ്റ്റ് അയ്യോ അതാണ് ഐറ്റം. ഓക്കെ, പോയി നിൽക്കണം. നമ്മൾ വീട് നല്ലതായിട്ട് കഴുകിയെടുക്കൂട്ടോ. ഇന്ന് നമ്മൾ അൽഫാം ഇതുണ്ടല്ലേ കോഴി,
അതിലൊക്കെ വെള്ളത്തിട്ട് കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് മോൾക്ക് തരൂട്ടാ. എല്ലാവർക്കും കൊടുക്കൂട്ടാ. ഇന്നലത്തെ മാതിരി എല്ലാവർക്കും തരൂട്ടാ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും തോന കോഴി ഞാനിവിടെ ഇത്രയും തോന കോഴി എല്ലാ മക്കൾക്കും കൊടുക്കൂട്ടാ. നമ്മളെ വീട്ടുകാർക്കൊക്കെ എത്തിക്കൂട്ടാ. കണ്ടാ ഇത്ര പോരം കോഴി കണ്ടില്ലേ? ഇത് നല്ലോണം തിന്നോണ്ടിട്ടാ. അത് റൊട്ടിയും കൂട്ടി തിന്നണട്ടാ. ഓക്കെ, ആയിക്കോട്ടെ. ഇങ്ങെടുത്തിട്ടോ, കൈകിട്ടോ, ഇതെടുത്തിട്ടോ. വൃത്തിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയതാണ്. പിന്നെ കട്ട് ചെയ്തൊക്കെ ശേഷം ഒന്നും കൂടെ കഴുകാണ്. മോള് വീഡിയോ കണ്ടില്ല? മസാല വെള്ളത്തിലിടാൻ പോവാ കേട്ടോ. അതിനുള്ള വെള്ളം ഒഴിക്കാൻ പോണത് പകര അവിടെ കേട്ടോ. മതി, അത്ര മതി. ഇനി നമ്മൾ അതിന് ഇടാൻ പോണതാണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റാക്കിയത്, പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ഉപ്പ് ഇടാൻ പോണ കേട്ടോ. ഉപ്പ്, പാക്കറ്റ് ഉപ്പ്. പിന്നെ നമ്മൾ ഒഴിക്കാൻ പോണ വിനീഗർ കേട്ടോ. വിനീഗർ ഒരു കുപ്പി വിനീഗർ, അതായത് 1 ലിറ്ററാണ് കേട്ടോ ഒഴിച്ച്. നമ്മളാ കോഴി ഇട്ടിട്ടേ നമ്മൾ കോഴി ഇടാൻ പോവാണ്. കോഴി ഇട്ടിട്ട് 1 മണിക്കൂർ നമ്മൾ ഈ വെള്ളത്തിൽ കിടന്നോട്ടെ. 1 മണിക്കൂർ. എന്നതിന് ശേഷം നമ്മൾ മസാല തേക്കും. മസാല തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് അത് അൽഫാം ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ അൽഫാം? 1 മണിക്കൂർ നമ്മൾ അൽഫാം കട്ട് ചെയ്ത് വെള്ളത്തിൽ എടുക്കട്ടോ. 1 മണിക്കൂർ. 1 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരിപ്പക്കൊട്ടയിലേക്ക് ഊറ്റിയതിന് ശേഷം നമ്മളത് മസാല ഇടും കേട്ടോ. മസാല ഇട്ടിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് കറി കിട്ടും. ഇപ്പോൾ കറി കത്തിക്കണേ. ചിക്കന് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചു. അപ്പോൾ അതിൽ ആ ഉപ്പും ഇതൊക്കെ നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചത്. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ചിക്കൻ നല്ല പാകമായിട്ടുണ്ട്. ചിക്കൻ ഒരു സോഫ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളത് എടുത്തിട്ട് മസാല ചേർക്കാൻ പോവുകയാണ്. ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ട് വേണം നമുക്കത് ചുട്ടെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് മസാല റെഡിയാക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ അൽഫാമൊക്കെയുള്ള സലാഡായിട്ടായി കട്ട് ചെയ്യണത്. സലാഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് അൽഫാമിന് കൊടുക്കുന്ന സലാഡാണ്. ഉണ്ടല്ലേ? കാബേജ്, ഉള്ളി, കക്കേരി, പിന്നെ ക്യാരറ്റ്, ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കേട്ടോ ഈ കട്ട് ചെയ്ത് വെച്ചാണ്. അൽഫാമിൻ്റെ കോഴി അൽഫാമിൻ്റെ കോഴി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നമ്മളെ മസാല 1 മണിക്കൂർ വെള്ളത്തിട്ട് ഞാൻ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റെഡിയാക്കി കാണിച്ചു. ഇനി മസാല തേക്കലാണ് അതിൻ്റെ ആവശ്യം. ഇന്ന് നമ്മളിവിടെ അൽഫാമിനെ പരിചയപ്പെടുത്തല്ലോ. അപ്പോൾ അൽഫാമിൻ്റെ മസാലകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിന്ന് ഒന്നായിട്ട് മിക്സ് ഇട്ടടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി, ചപ്പ്, പുതിന, ക്യാപ്സിക്ക, അതാണ് ഇതിൻ്റെ ചേരുവകൾ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കറിവേപ്പില അത് കൂട്ടിയിട്ട് നമ്മൾ മിക്സിലിട്ടിട്ട് അടിക്കണം. അടിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി, ചപ്പ്, പുതിന, കറിവേപ്പില അതൊക്കെ കൂടെ ജ്യൂസ് അടിച്ചിട്ടുള്ള ഒരു നല്ല പേസ്റ്റ് ആക്കിയിട്ട് നല്ല ചെമ്പിലാക്കി വെച്ചിട്ടുള്ള ഏകദേശം
മസാല ഇട്ടത് 100 കോഴിക്കുള്ളത്, 100 പീസിനുള്ളതല്ല, 100 കോഴിക്കുള്ള മസാലയാണ് ഇപ്പം ഞാൻ ഈ ചെമ്പിൽ കൂട്ടി വെച്ചിട്ടുള്ളതാ. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിയുള്ള ചേരുവകൾ ഞാനിപ്പോൾ ചേർക്കാൻ പോവാണ്. അപ്പോൾ അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, കാശ്മീർ ചില്ലി കേട്ടോ. 100 കോഴിക്കുള്ള കാശ്മീർ ചില്ലി ഞാൻ ഇടാൻ പോണേ. എത്ര ഇടാൻ നോക്കി നമ്മളൊരു ഒരു 3/4 കിലോ മല്ലിപ്പൊടി കൊണ്ട് ഇട്ടിട്ടുണ്ടതിൽ ഒരു 800 ഗ്രാം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീർ. അത് കൂടാതെ 3/4, അതായത് 750 ഗ്രാം ഏകദേശം മല്ലിപ്പൊടി. ഓക്കെ, 100 ഇട്ടല്ലേ. ഒരു 100 ഗ്രാം മഞ്ഞൾപ്പൊടി ഇട്ടിടാം നമ്മുടെ, ഏകദേശം സുമാറാട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കസ്തൂരി മേത്തി ഇടാം, ഇത് അതായത് ഉലുവന്റെ ഇല ഉണങ്ങി പൊടിച്ചത് കേട്ടോ. അപ്പൊ 100 ഗ്രാം, ഏകദേശം 100 ഗ്രാമാണ് ഈ പാക്കറ്റിൽ വരുന്നത്. ആ 100 ഗ്രാം മുഴുവൻ ഞാൻ ഇത് കൂട്ടുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ കേട്ടോ, ഒരു പാക്കറ്റ് മുഴുവനും സൺഫ്ലവർ ഒഴിക്കണ്ട. നമ്മൾ ഒഴിക്കാൻ പോണ ചുർക്കട്ടോ, വിനീഗർ, എസൻസ് അല്ല, സാധാ സുർക്ക വാട്ടർ 1 ലിറ്ററിന്. ഇതുപോലത്തെ ഒരു 3 കൈ ഞാൻ ഇടുന്നുണ്ട് ടൊപ്പ്. 1 2 3. ഒരു 3 ലിറ്റർ തൈരാട്ടത്, അതായത് 6 പാക്കറ്റ്. പറഞ്ഞോ 100 പോയി പറഞ്ഞല്ലോ. അപ്പൊ ചിക്കൻ മസാല ഒരു 2 പാക്കറ്റ് ഇട്ടു, അതായത് 100 ഗ്രാം കേട്ടോ. ഒരു 5 സ്പൂൺ ഗരം മസാല ഇട്ടോ. ഗരം മസാല, ഏലക്ക, പട്ടപ്പൂ, ജാതിക്ക, ജാതിപത്രി, സാഹചര്യം, തക്കോലം. ഇത് കുരുമുളക് പൊടി കേട്ടോ. ഇത് ഏകദേശം നമ്മളൊരു 10 സ്പൂൺ ഇതേപോലെ കുരുമുളക് പൊടി ഇടണം കേട്ടോ. അതിലൊരു സ്പൂണായി. അപ്പൊ 10 സ്പൂണ് കുരുമുളക് പൊടി ആയിട്ടോ. ഓക്കെ, ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഇളക്കാൻ പോവാണ്. കൈയിട്ട് ഇളക്കാൻ അറിയായിട്ടല്ല, പക്ഷെ കൈയിട്ട് ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നൂറും. കഞ്ഞിട്ട് ഇടുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ ചട്ടം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ചേരുവകളും ഇതിലുണ്ട്. മസാല 100 കോഴിക്കുള്ള ഓർഡർ ഉണ്ട്. അപ്പൊ അതിനുള്ള മസാലയും കൂടെ ഒരുമിച്ചാണ് ഉണ്ടാക്കിക്കുന്നത്. 100 കോഴിന്റെ അൽഫാമാണ്. അപ്പൊ ഏകദേശം 400 പീസാണ് ഓർഡർ ഉള്ളത്. അപ്പൊ നമ്മളെ കോഴിയുടെ മസാല നമ്മളെ ബക്കറ്റിൽ റെഡിയാക്കി കൊണ്ടിരിക്കട്ടോ. റെഡിയാക്കിക്കുന്നത് ബക്കറ്റ്. പിന്നെ മസാല തേക്കാൻ പോവാണ്. അപ്പൊ സാക്കിറ മസാല തേച്ചോ, മസാല തേക്ക്. അപ്പോൾ ഒരു കോഴി 2 ആക്കിയിട്ടതാണ്. ഒരു കോഴി 2 ആക്കിയതാണ്, അല്ല 4 ആക്കിയതല്ല, ഒരു കോഴി 2 ആക്കിയതാണ്. അപ്പോൾ കണ്ട സാക്കിർ നമ്മളെ ക്യാപ്പിൽ മുഴുവൻ മസാല ശരിക്കും നിറക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഓരോ വാർന്ന ക്യാപ്പുകളതാ ശരിക്കും മസാല നിറച്ചിട്ട് നല്ല സൂപ്പറായിരിക്കും. ഈ അൽഫാം കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റ് വേറുണ്ട്. അത്രയും നമ്മളെ രുചിക്കൂട്ടാണ് ഈ മസാലിനെ കൂട്ട്. അപ്പോൾ നല്ലോണം തേച്ചാളാ സാക്കിറ. ഈ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്താ. ഈ ഗ്യാപ്പൊക്കെ നല്ല കാലിൻ്റെ ഇടയിലൊക്കെ കണ്ട് എരിയട്ടെ. നേരം വയ്ക്കുന്നു ഇല്ലല്ലേ. ഏകദേശം നമ്മൾ ഒരു ഇത് അൽഫാം ഉണ്ടാക്കുന്നത് തുടങ്ങും. അതിനുള്ള അടുപ്പ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്, കത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം കണലിലാണ് ഇപ്പോൾ റെഡിയാക്കാൻ പോണത്. അപ്പോൾ റെഡി ഇപ്പോൾ ഒരു ഏകദേശം ഒരു മസാല ഇട്ടിട്ട് നമ്മളൊരു 10-20 മിനിറ്റൊക്കെ വെക്കുള്ളൂ. കാരണം വെച്ചാൽ മസാലയിൽ കെടുന്നതാണ് കോഴി. നല്ല ഇഞ്ചും വെള്ളുള്ളിയും ഉപ്പും സുർക്കയിലൊക്കെ കെടുന്ന കോഴിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൊക്കെ ശരിക്കും നല്ല ഉപ്പും പുളിയും പിടിച്ചിട്ടുണ്ടാവും. അത് പിന്നെ അൽഫാം മസാല തേച്ചതിന് വെച്ചാൽ കുറേയൊക്കെ എടുക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് ചുടുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് തിന്നണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഇത് കംപ്ലീറ്റ് നമ്മളെ കുട്ടികൾ കംപ്ലീറ്റ് തിന്ന് തീർക്കും. കാരണം വെച്ചാൽ മൊത്തമൊക്കെ ആർക്കെല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കും ചെയ്യും. നമ്മളെ കണൽ കത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഇത് പരത്താൻ പോകണം കേട്ടോ കണൽ. അപ്പോൾ എല്ലായിടത്തും ചൂട് തട്ടണം കേട്ടോ, നന്നായിട്ടൊന്ന് പരത്തി കഴിഞ്ഞാൽ നല്ല പാകത്തിലുള്ള ചൂട് കിട്ടും. എല്ലാം ഒരേപോലെ കേട്ടോ, കാരണം ഒരേപോലെ ഇതിൽ പരത്തണം കേട്ടോ. ഈ കരി വേണമെങ്കിൽ കരി നമുക്ക് ഇട്ട് കൊടുക്കാം, കരി വിടുന്നുണ്ട്. അഫ്സല ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സാക്കറത് നമ്മളെ നെറ്റിലേക്ക് റെഡിയാക്കും. ചൂടാൻ പോവാണ്. എന്നിട്ട് ആ അടുപ്പ് കൊണ്ടുവെക്കും. ഹോട്ടലാകുമ്പോൾ പിന്നെ നമ്മൾ ഹോട്ടലുണ്ടായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഇത് നമ്മൾ പറമ്പിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നമ്മളെ കുട്ടികൾക്കൊക്കെ തിന്നാൻ കൊടുക്കാനുള്ളതാണ്. ഇത് മൊത്തം അവർ തിന്ന് കാലിയാക്കും. വേറെയും കുറേ കുട്ടികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വൈകിട്ടൊക്കെ വരുള്ളൂ, നേരം വൈകും. ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ വേറെ കൊടുത്ത് ഒഴിവാക്കാം. പിന്നെ മറ്റുള്ള കുട്ടികളോടൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, അവർ വരും. രാത്രിയാവും, ചിലപ്പോൾ 7 മണിയൊക്കെ ആവും. അപ്പം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് വരും. എന്നാലും അവർക്ക് കൊടുക്കുക. ഇത് വെച്ചല്ലോ, ഇന്നൊരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ അത് റെഡിയാവും കേട്ടോ. ഇത് തിന്നിട്ടേ ഞങ്ങൾ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെതായ രീതികൾ ഇങ്ങനെയാണ്. കണല് കത്താൻ വേണ്ടിയിട്ട് കുറച്ച് വീശി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വീശി കൊടുക്കുമ്പോൾ ചിലർ ഫാനൊക്കെ വെച്ച് കൊടുക്കും. നമ്മൾ ട്രൈ ആയിട്ട് ഇങ്ങനെ വീശി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കടലിങ്ങനെ കത്തണം, ശരിക്ക് കത്തണം, എന്നാലേ ശരിക്ക് വേവുള്ളൂ കേട്ടോ. ഓവർ കത്തും ചെയ്തിട്ട് പാകത്തിന് നല്ല കണലിങ്ങനെ വേവിക്കണം ഈ സാധനം. അതാണ് അൽഫാം. നമ്മൾ അൽഫാം ഏകദേശം റെഡി ആക്കണം കേട്ടോ. അപ്പം നമ്മളെ കുട്ടികളവിടെ തിന്നാനായിട്ട് കാത്തിരിക്കണം. അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ അത്രയും കുട്ടികൾ നമ്മൾ തിന്നാനായിട്ട് റെഡി ആക്കിട്ടോ. ഇനി പിന്നിൽ വരാണ്ട് കുറേ കുട്ടികൾ കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കുട്ടികളുള്ളൂ, ഇനി ഒരുപാട് കുട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട്, ഒക്കെ വരും. അപ്പം ഞാൻ ഇതൊന്ന് നോക്കട്ടെ കേട്ടോ. അയ്യവാ ഏകദേശം റെഡി ആയിട്ടുണ്ടേ. ഇനി കുറേ പൊരിക്കാണ്ട്. ഇതിപ്പോൾ താൽക്കാലികമുള്ളതാണ്. ഇപ്പം ഇനി ഇതിങ്ങനെ വൈക്ക് വഴി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ 20-22 കോഴികളുണ്ടത്. എൻ്റെ മോനെ മറിച്ചിട്ടാണ്. ഓക്കെ, അത് മറിച്ചിട്ട് ഇനി ഒന്നും മറിച്ചിട്ട് ഇപ്പോൾ ശരിയാണ്. ഓക്കെ, തിന്നാരാകുമ്പോൾ വിളിക്കിട്ടാ. തിന്നാരാകുമ്പോൾ പിള്ളേർ കുട്ടികളും നമ്മൾ കൊടുക്കും. സൺഫ്ലവർ ഓയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മേലെ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. രണ്ട് ഭാഗം പക്ഷെ കത്തൽ കൂടുതലാണ്, അതാണ്. അപ്പോൾ നമ്മുടെ അൽഫാം മൊത്തത്തിൽ നമ്മൾ ചുട്ട് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ഇത്രയുണ്ട് കേട്ടോ. ഒരുപാട് കോഴി നമ്മൾ ചുടാൻ വേണ്ടി വെച്ചിരുന്നത് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കഴിക്കും അത്. ഓക്കെ, അപ്സര കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ കുട്ടികൾക്കുള്ളതാണ്. നമ്മളെ കുട്ടികൾക്കുള്ള വേണ്ടപ്പെട്ട കുട്ടികളാണ്. അവർക്കുള്ള അൽഫാം. പിന്നെ അൽഫാം ബിരിയാണിയാണ്. അൽഫാം ബിരിയാണി റൈസ് ആൻഡ് അൽഫാമാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള അങ്ങനെ അപ്സര ശരിക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് പീസൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം. നാസാക്കുണ്ടായിരുന്നത് ചെറിയ പീസ് കൊടുക്കണം കുട്ടികൾക്ക്. വേറെ ഒരുപാട് കുട്ടികൾ വരാണ്ട്. നമ്മൾ അൽഫാം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുട്ടികൾ ഇതാ തിന്നാ റെഡി ആയിട്ട് നിൽക്കണ്. നമ്മളെ കുട്ടികളിതാ കുട്ടികളായിട്ട് മക്കൾക്കാണ് നമ്മൾ കാര്യമായിട്ട് മക്കൾക്കാണ് ഇത് കൊടുക്കുന്നത് ഇതാ. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് വേറെ മക്കൾ വരാണ്ട്. അപ്പൊ ഇതാ ഒന്ന് വീഡിയോ എടുത്താൽ എല്ലാവരും. അപ്പൊ എല്ലാവരും ഉഷാറല്ലേ? അപ്പൊ എല്ലാവരും കഴിക്കാൻ തയ്യാറല്ലേ? അപ്പൊ TPM ഓക്കെ എല്ലാവരും കിട്ടാ. ഓരോ സാധനം കൊണ്ടിട്ടാ. സാധനം വരാണ്ട് ഓരോ പാത്രം കാണിച്ചു നോക്കിട്ടാ മക്കളെ. ഓരോ
അച്ചാർ പാത്രം കാണിച്ചോട്ട് അച്ചാർ ഇട്ടോളിട്ടാ. എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇട്ടു വരൂട്ടാ മക്കളെ. നമ്മളെ അൽഫാം ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു രക്ഷയില്ലല്ലോ. സൂപ്പറല്ലേ? നമ്മളപ്പോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേറെ മോഡൽ ഐറ്റവും വരാം. അപ്പൊ നിങ്ങൾ നമ്മളോട് സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. അപ്പൊ കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് അവർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ അടിപൊളിയാ. ആയിക്കോട്ടെ, സന്തോഷം കേട്ടോ.